കോഴിക്കോട് ബേപ്പൂരിൽ ഒരാൾക്ക് 3 വോട്ടർ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ നിർദ്ദേശം നൽകി. 2 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, ഒരു ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകുവാനായി. ഷിജോ, എന്താണ് വിശദാംശം? കോഴിക്കോട് ജില്ലാ കളക്ടറല്ല നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് ഈ 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്ന സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കള്ളവോട്ട് തടയുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായിട്ടുള്ള പരിശോധനകളാണ് നടത്തിവരുന്നത്. എല്ലാവരുടെയും വോട്ടേഴ്സ് ഐ ഡി അടക്കം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് എല്ലാ ബൂത്തുകളിലെയും എത്ര വോട്ടർമാരുണ്ട് എന്നുള്ളതിന്റെ കണക്കെടുക്കുന്ന ജോലികളാണ് ഇലക്ഷൻ കമ്മീഷൻ പൂർത്തീകരിച്ചു വരുന്നത്. അതിനിടയിലാണ് കോഴിക്കോട് ബേപ്പൂരിൽ ഒരാൾക്ക് 3 വോട്ടർ ഐ ഡി കാർഡ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയത്. ഈ വോട്ടർ ഐ ഡി കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ തീരുമാനിച്ചത്. ഇതിൽ 2 ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ, ഒരു ബൂത്ത് ലെവൽ ഓഫീസർ, ഈ 3 പേരെയാണ് സസ്പെൻഡ് ചെയ്യാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോഴിക്കോട് ബേപ്പൂരിൽ ഒരാൾക്ക് 3 വോട്ടർ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യൻ.